പ്രിയമുള്ളവരെ, ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന MS സജിയുടെ 2 പുസ്തകങ്ങളാണ് നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. നിയമഭാഷണങ്ങൾ, നിഗൂഢതയിലെ കൊലപാതകങ്ങൾ. നിയമഭാഷണങ്ങൾ നിയമരംഗത്തെ കുലപതികളായ 9 പേരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളുടെ സമാഹാരമാണ്. ഈ അഭിമുഖ സംഭാഷണങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ വലിയ അനുവാചക ശ്രദ്ധയും വായനാ സമൂഹത്തിന് അംഗീകാരവും നേടിയവയാണ്. അവ ഞങ്ങൾ സമാഹരിച്ച് പുസ്തകമായി പ്രസിദ്ധപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പുസ്തകം നിഗൂഢതയിലെ കൊലപാതകങ്ങൾ. ഇദ്ദേഹം പ്രതിഭാഗത്തിന് വേണ്ടി അഭിഭാഷക നിലയിൽ ഹാജരായപ്പോഴുള്ള അനുഭവങ്ങൾ സമാഹരിച്ചിരിക്കുകയാണ്. 4 കൊലപാതകങ്ങളെ പ്രതികൾക്ക് വേണ്ടി ഹാജരായപ്പോൾ. നിയമഭാഷണങ്ങൾ പ്രകാശനം ചെയ്യുന്നത് ശ്രീ അടൂർ ഗോപാലൻ സാറാണ്. നിഗൂഢതയിലെ കൊലപാതകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കർ AN ഷംസീർ അവറുകളാണ്. ഈ നിയമഭാഷണങ്ങൾ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീർ MLA അവറുകളാണ്. നിയമഭാഷണങ്ങൾ പ്രകാശനം ചെയ്യുന്ന അടൂർ ഗോപാലൻ സാറിനെ ഞാൻ ആദരവപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിഗൂഢതയിലെ കൊലപാതകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അവറുകളെ ഞാൻ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ MK മുനീർ MLA അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകങ്ങൾ നിയമഭാഷണങ്ങൾ ഏറ്റുവാങ്ങുന്നത് നിയമസഭാ സെക്രട്ടറി ശ്രീ AM ബഷീർ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നിഗൂഢതയിലെ കൊലപാതകങ്ങൾ ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത എഴുത്തുകാരനായ എബ്രഹാം മാത്യു സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 2 പുസ്തകങ്ങളും അവലോകനം ചെയ്യുന്നത് ഡോക്ടർ J ഗിരീഷ് കുമാർ. അദ്ദേഹം തന്നെയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറുമൊഴിയായി തൻ്റെ രചനാനുഭവങ്ങൾ ശ്രീ MS സജി സദസ്സുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്നേഹമുള്ള ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അവരുടെ, പ്രിയപ്പെട്ട AM ബഷീർ നിയമസഭാ സെക്രട്ടറി, പ്രിയപ്പെട്ട എബ്രഹാം മാത്യു, ഗിരീഷ് കുമാർ, പുസ്തകത്തിൻ്റെ കർത്താവ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് സജി, മറ്റ് പ്രിയ സഹോദരന്മാർ, ദീർഘമായൊരു അധ്യക്ഷ പ്രഭാഷണത്തിന് മുതിരുന്നില്ല. അഡ്വക്കേറ്റ് സജിയുടെ 2 പുസ്തകങ്ങളാണ് ഇന്ന് പ്രകാശിപ്പിക്കപ്പെടുന്നത്. ഇതിൽ ഒന്ന് നിയമഭാഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഏറ്റവും നിയമരംഗത്ത് ശ്രദ്ധേയരായിട്ടുള്ള രാം ജത്മലാനി, പ്രശാന്ത് ഭൂഷൺ, ജസ്റ്റിസ് തോമസ്, മഞ്ചേരി സുന്ദർരാജ് തുടങ്ങി വളരെ പ്രഗത്ഭരമായിട്ട് നടത്തിയിട്ടുള്ള നിയമ സംഭാഷണങ്ങളാണ്. ആഴത്തിലുള്ള നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെളിച്ചം നമുക്ക് നൽകുന്നതിന് സഹായകമാകുന്നൊരു പുസ്തകമാണത്. അഡ്വക്കേറ്റ് സജി നടത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കർ എത്തിക്കഴിഞ്ഞു. ഈ പുസ്തകം നിയമ വിദ്യാർത്ഥികൾക്ക് കൂടി ഒരു പാഠപുസ്തകം ആയി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നതാണ് എനിക്ക് അത് സംബന്ധിച്ച് അറ്റിക്കുറുക്കി പറയാനുള്ള അഭിപ്രായം. പിന്നെ നിഗൂഢമായ ചുരുളഴിഞ്ഞ ചില കൊലപാതകങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് രണ്ടാമത്തെ പുസ്തകം. നമ്മളെയൊക്കെ പല
പലപ്പോഴും ഞെട്ടിച്ചിട്ടുള്ള, എന്നാൽ ചുരുളഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടുള്ള കൊലപാതകങ്ങളെ സംബന്ധിക്കുന്ന പുസ്തകമാണ്. അതെങ്ങനെ നിയമത്തിന് മുന്നിൽ അതിൻ്റെ ചുരുളഴിയുന്നു എന്നുള്ളത് ഒരു കഥ പറയുന്ന പോലെ അഡ്വക്കേറ്റ് സജി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആ കേസുകളെക്കുറിച്ചൊന്നും ഞാൻ ആഴത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലതും നമ്മൾ പത്രങ്ങളിൽ ഉദ്വേഗജനകമായ കൊലപാതകങ്ങൾ എന്നുള്ള നിലയ്ക്ക് വായിക്കുകയും നമ്മൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റോടുകൂടി അതിൻ്റെ കുറ്റവാളികളെ, പ്രതികളെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രമാദമായ കേസുകളെക്കുറിച്ചാണ് അദ്ദേഹം. എന്നാൽ അത് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഡിറ്റക്റ്റീവ് കഥകൾ വായിക്കുന്ന, തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള അവതരണമാണ് അഡ്വക്കേറ്റ് സജി ഈ പുസ്തകത്തിൽ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശന കർമ്മത്തിന് വേണ്ടി എത്തിയിട്ടുള്ള എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ചടങ്ങിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രഭാഷണം ചുരുക്കുന്നു. ആദ്യ പുസ്തകം നിയമഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ആദ്യം നിഗൂഢതയിലെ കൊലപാതകങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം സ്പീക്കർ ഷംസീർ ഇവിടെ നിർവഹിക്കും. അത് സ്വീകരിക്കുന്നത് എബ്രഹാം മാത്യു. ശരി. ആദ്യം നിയമഭാഷണങ്ങൾ എന്ന പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ അവറുകളാണ്. അത് സ്വീകരിക്കുന്നത് നിയമസഭാ സെക്രട്ടറി AM ബഷീർ അവറുകളാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ, യോഗാധ്യക്ഷനായ ഡോക്ടർ MK മുനീർ MLA, വേദിയിലുള്ള MS സജീവ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ നമ്മുടെ നിയമവ്യവസ്ഥയെപ്പറ്റിയും അതിൻ്റെ എങ്ങനെ അത് ജനങ്ങളുടെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതിനെ പറ്റിയും വിദഗ്ധരായിട്ടുള്ളവരുടെയായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഈ രണ്ട് പുസ്തകവും ഇന്നലെ ഒരുമിച്ചാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആദ്യം വായിച്ചത് ഈ നിഗൂഢതയിലെ കൊലപാതകങ്ങളാണ്. കാരണം അതിനെപ്പറ്റിയൊക്കെ ഞാൻ പത്രങ്ങളിൽ വായിച്ചിരുന്നു നേരത്തെ. അതിൽ ഏറ്റവും ഭീകരമെന്ന് നമുക്ക് തോന്നുന്ന കൊലപാതകം ഡോക്ടർ ഓമന, പിന്നെ കാമുകനും ഭർത്താവുമായിട്ടുള്ള മനുഷ്യനെ കൊന്ന് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി പെട്ടിക്കകത്ത് കൊണ്ടുപോയ ഒരു കഥയുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ അതിനെപ്പറ്റിയൊരു, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൻ്റെ
പേര് തിരിച്ചിടണമെന്ന് തോന്നുന്നു. കൊലപാതകങ്ങളിലെ നിഗൂഢത. അതാണ് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് കണ്ടെത്തിയത്. കൊലപാതകങ്ങളിലെ നിഗൂഢതകളാണ്. പിന്നെ സജിയെപ്പറ്റി സജി എൻ്റെ ഒരു സുഹൃത്താണ്, വളരെ കാലമായിട്ടുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം കോഴിക്കോട്ടെ വളരെ പ്രശസ്തനായ നിയമ വിദഗ്ധനാണ്. കോഴിക്കോട്ട് ബാറിലെ പ്രസിഡൻ്റായിരുന്നു. ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന് ജനജീവിതവുമായിട്ട് ബന്ധമുണ്ട്. ഇതുപോലെയുള്ള കേസുകളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെല്ലും. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പ്രതിഭാഗം വക്കീലായിട്ടാണ്. അതൊരു വളരെ രസകരമായ ഭാഗമാണ്. സാധാരണ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ വാദികളുടെ കൂടെ ചേരണം, ന്യായത്തിൻ്റെ പക്ഷത്തിൽ നിന്നിട്ട് വേണം കേസ് വാദിക്കാനെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സുഹൃത്ത് പ്രതികളുടെ ഭാഗത്താണ്. കാരണം ഈ പ്രതികളായി ആരോപിക്കപ്പെടുന്നവരുടെ ഭാഗത്ത് നിന്നിട്ടാണ്. അവർ പ്രതികളാണോ ശരിക്ക് എന്ന് അന്വേഷിച്ചറിയുന്ന ജോലിയാണ് ഈ അഭിഭാഷകൻ ചെയ്യുന്നത്. അത് വലിയൊരു സേവനമാണ്. പലപ്പോഴും നിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം തന്നെ ഒരു ദോഷം ചെയ്ത ഒരാൾ കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരിക്കലും ഒരു നിർദോഷിയായ ഒരാൾ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിയുടെ ഭാഗത്ത് നിന്ന്, പ്രതിയായി കണക്കാക്കപ്പെടുന്ന ആളിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അന്വേഷണം കൃത്യമായിട്ട് നടത്തുക എന്ന് പറയുന്നത് വലിയൊരു ചുമതലയാണ്, വലിയൊരു സോഷ്യൽ ഫങ്ഷനാണ്. ഒരു സമുദായത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു റോളാണ് ശരിക്കും സജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ 4 കൊലപാതകങ്ങളെ പറ്റിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഡോക്ടർ ഓമനയുടെ കൊലപാതകം, പിന്നെ ഒരു സ്ത്രീയെ കുട്ടികളെ ഒരുമിച്ച് കൊന്നത്, പിന്നെ ഇങ്ങനെ കുറേയുണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് വളരെ ദിവസവും നമ്മളിപ്പോൾ കൊലപാതകത്തെപ്പറ്റി നമുക്ക് പുതുതായിട്ട് ഒരു പുസ്തകം വായിച്ചിട്ട് അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ പത്രങ്ങൾ മുഴുവനും, പിന്നെ നമ്മുടെ ടെലിവിഷനിലെ പ്രധാന പരിപാടികൾ തന്നെ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ളതാണ്. ഇതെല്ലാം കണ്ടേച്ച് പോയി കിടന്നുറങ്ങുമ്പോൾ നല്ലൊരു ഉറക്കം കിട്ടത്തില്ല. വല്ലവരും കൊല്ലാൻ വരുന്നതായിട്ടോ കുത്തുന്നതായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ജീവിതമാണ് ഇപ്പോൾ നമ്മുടേത്. കാരണം ഇതൊക്കെ വായിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. അതിൻ്റെ വിശദാംശങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വളരെ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകേണ്ട സമയം മുഴുവൻ ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത് ടെലിവിഷനിൽ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു ഭാഗത്തൂടെ അതിനോടൊപ്പം ചേർന്നാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നല്ലതേതേ ചീത്തയേതെന്നുള്ളതിനെ പറ്റിയുള്ള സെൻസിറ്റിവിറ്റി നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കുറ്റകർമ്മം പോലും ശരി 2000 രാവിലെ എണീച്ച് പത്രം വായിക്കുമ്പോൾ വലിയ ഹെഡിങ് എന്താണ്? 3000 പേര് കൊല്ലപ്പെട്ടു എന്നാണ്. ഒരു കുഴപ്പമില്ല, നമ്മൾ 3000 പേര് കൊല്ലപ്പെട്ടു അല്ലേ, അതൊരു നമ്പറാണ്. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. ആ ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെയുള്ള നൈതികമായ വിചാരങ്ങളാണ് ശരിക്കും എം എസിൻ്റെ ഈ കൃതിയിലെ ഈ 2 കൃതികളിലായിട്ട് വ്യാപരിച്ച് കിടക്കുന്നത്. ഈ നൈതികമായ അന്വേഷണമാണ്, സജിയുടെ അന്വേഷണമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ രീതി എന്ന് മാത്രമല്ല നല്ല ഭാഷയും ശരിക്കും നമ്മിൽ ആവേഗമുണർത്താൻ കഴിയുന്ന രീതിയിലുള്ള വിവരണവും ഒക്കെ ചേർന്ന് ഈ പുസ്തകങ്ങൾ രണ്ടിനെ പറ്റി ഞാൻ പറയണമെന്നില്ല, ഒന്നിനെപ്പറ്റി പറഞ്ഞാൽ മതിയെങ്കിലും ഇത് വായിച്ച ആളെന്നുള്ള നിലയിൽ ഈ 2 കൃതികളും വളരെ വായനാസമർത്ഥമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വായിക്കബിളാണ്, നല്ല വായിക്കബിളായിട്ടുള്ള എഴുത്താണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. സജി ധാരാളം പുസ്തകങ്ങൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ പുസ്തകമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ എന്നുള്ളതിൽ ഒരു സ്ഥാനം നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുസ്തകോത്സവത്തിൽ സജി എന്ന എഴുത്തുകാരനെയും ഒരു അഭിഭാഷകനെ മാത്രമല്ല എഴുത്തുകാരനായ അഭിഭാഷകനെ വേണ്ട രീതിയിൽ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് നല്ലൊരു കർമ്മമാണ്. അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമസ്കാരം. അടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കർ നമ്മളോട് സംസാരിക്കും.
പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ എം കെ മുനീർ, അടൂർ സാർ, എബ്രഹാം മാത്യു ഉൾപ്പെടെ വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, KLIBF സെക്കൻഡ് എഡിഷനിൽ ഈ രാവിലെ 2 പുസ്തകങ്ങളാണ് പ്രകാശനം നടക്കുന്നത്. നിഗൂഢതയിലെ കൊലപാതകങ്ങൾ, MS സജിയുടെ, രണ്ടും കൊലയെപ്പറ്റിയാണ്. ഈ കൊലപാതകങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കഥകൾ എഴുതുമ്പം ഇവിടെ അടൂർ സാർ പറഞ്ഞതുപോലെ ഒരല്പം ആശങ്ക നമുക്കെല്ലാം ഉളവാക്കും. യഥാർത്ഥത്തിൽ രാത്രി മത്സരിച്ച എല്ലാ ചാനലുകളും അരമണിക്കൂർ വെച്ചിരിക്കുന്നത് ക്രൈമാണ്. ഈ ക്രൈമിലൂടെ ക്രൈം നമ്മൾ അറിയിക്കുന്നത് മാത്രമല്ല, എങ്ങനെ ക്രൈം നടത്താമെന്ന് നമ്മളെ കൂടി പഠിപ്പിക്കുകയാണ് എല്ലാ ചാനലുകളും മത്സരിച്ചുകൊണ്ട്. അതുകൊണ്ട് ക്രൈം എന്ന് കേൾക്കുമ്പം, ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പം വലിയ ആദിയോ ആശങ്കയോ നമുക്ക് ആർക്കും ഉളവാകുന്നില്ല. ഞാനിപ്പം ഒരല്പം ലേറ്റായി, കാരണം എന്നോട് പറഞ്ഞ സമയം ഇതായിരുന്നില്ല. കേരളീയത്തിൻ്റെ ഒരു ചടങ്ങിലായിരുന്നു ഞാൻ പങ്കെടുക്കേണ്ടിയിരുന്നത് രാവിലെ. പക്ഷേ ഇവിടെ അടൂർ സാർ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നു, ഡോക്ടർ മുനീർ ഉൾപ്പെടെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിയെത്തിയത്. TV യിൽ കാണിക്കുന്ന ദൃശ്യം നവദമ്പതികളെ കൊന്നു എന്ന വാർത്തയാണ്. ഹോണർ കില്ലിംഗ് ആണ്. നമ്മുടെ സംസ്ഥാനത്തല്ല, തൂത്തുക്കുടിയിലാണ്. അപ്പോൾ കൊലപാതകങ്ങളുടെ വാർത്ത കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് മരവിച്ചിരിക്കുന്നു. പെട്ടെന്നൊരു കുലുക്കമൊന്നും നമുക്ക് ആർക്കും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. ഏതായാലും MS സജിയുടെ ഈ പുസ്തകം എനിക്ക് നോക്കാൻ സാധിച്ചിട്ടില്ല. അടൂർ സാറ് പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രകാശനം ചെയ്ത ഈ പുസ്തകമാണ് എന്ന്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പുസ്തകം ഇതായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പുസ്തകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമയം ഇനി 7 മിനിറ്റിൽ ചുവടെ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ ബെല്ലില്ലാത്തതുകൊണ്ട് ബെല്ലടിച്ച് നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് ചുരുക്കുക എന്നുള്ളത്. മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ലോക സിനിമയ്ക്ക് നിരവധി സിനിമകൾ സംഭാവന ചെയ്ത അതുല്യനായ ചരിത്രകാരനാണ് അടൂർ സാർ. അടൂർ സാർ മലയാള ഭാഷയ്ക്ക് കൂടി ഒരു പുതിയ വാക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്, വായിക്കബിൾ. അതുപോലെ തന്നെ ഒരു വായിക്കബിളായ പുസ്തകമായി ഇത് മാറും എന്ന പ്രതീക്ഷയിൽ ഈ പുസ്തകം നിങ്ങളുടെ അനുവാദത്തോടു കൂടി പ്രകാശനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അടുത്തത് എബ്രഹാം മാത്യു. ആദരണീയനായ സ്പീക്കർ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, മുനീർജി, സജി, മറ്റ് പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. ശ്രീ സജി എൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്നേഹിതനാണ്. ഒരുമിച്ച് കോഴിക്കോട്ടുള്ള MSS ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം വളരെ കൗതുകം നിറഞ്ഞ മനസ്സോടുകൂടിയ നിഷ്കളങ്കത്വം മുഖത്ത് ഇങ്ങനെ എപ്പോഴും പ്രതിഫലിക്കുന്ന ഒരു കുട്ടിത്തമുള്ള ആളായിരുന്നു. അപ്പോൾ ഏത് കാര്യം കണ്ടാലും അതിൻ്റെ പിന്നാലെ പായുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ പിന്നാലെയുള്ള പാച്ചിലുകൾ ആവാം ഇത്തരം പുസ്തകങ്ങളുടെ മെറ്റീരിയലുകളായി പരിണമിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഏതൊരു മനുഷ്യനും ആരെയെങ്കിലും മനസ്സുകൊണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ടാവാം. കൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ. അപ്പോൾ കൊലപാതകം എന്ന് പറഞ്ഞ പ്രക്രിയ എത്ര മനോഹരമായി ചെയ്യാം എന്ന് കാണിക്കുന്ന പുസ്തകം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കൊലപാതകത്തിലേക്ക് പോവുക എന്നുള്ളതല്ല. അപ്പം ഞാൻ സജിയുടെ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, ഇത്തരം പ്രതികളൊക്കെ നിന്നെ തേടി എങ്ങനെ എത്തുന്നു എന്ന്. ഞാൻ ഒരു ഓമനയായാലും അതേ മാതൃകയിലുള്ള പ്രതികളൊക്കെ ഈ സജിയെ എങ്ങനെ തേടി എത്തുന്നു, അതും പഠിക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. അത്യന്തം നിഷ്കളങ്കത്തെ ഇപ്പോഴും പോയിട്ടില്ല. അങ്ങനെ ഒരാളിനെ തേടി ഇമാതിരി പ്രതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രതികൾ കൂടുതൽ സജിയുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇനി പുസ്തക അവലോകനമാണ് ഡോക്ടർ ഗിരീഷ് കുമാർ. 5 മിനിറ്റേ ഉള്ളൂ. അതിനിടയിൽ സജിയുടെ കൃതജ്ഞതയും കൂടിയുണ്ട്. ഇത് രണ്ടും കൂടി വെച്ചുകൊണ്ട് നമുക്ക് സമയത്ത് തന്നെ തീർക്കാം. പ്രിയമുള്ളവരെ, വേദിയിലിരിക്കുന്ന എല്ലാവരും കടുത്ത സമയനിഷ്ഠമുള്ളവരായതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം 3 മിനിറ്റിൽ അവസാനിപ്പിക്കാം. അധ്യക്ഷൻ പറഞ്ഞതുപോലെ 2 പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയത് ഞാനല്ല. നിയമഭാഷണങ്ങൾ എന്ന പുസ്തകത്തിനാണ് ഞാൻ അവതാരിക എഴുതിയത്. കാരണം ഞാനൊരു നിയമ അധ്യാപകനാണ്.
സജി സാറിൻ്റെ സുഹൃത്ത് എന്ന നിലയ്ക്ക് മാത്രമാണ് എനിക്ക് ഈ പുസ്തകത്തോട് പരിചയം. ഇവിടെ അടൂർ സാർ ചൂണ്ടിക്കാണിച്ച പോലെ വാദിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്താണ് എന്നൊരു ധാരണ നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ പ്രതിയുടെ ഭാഗത്തും ന്യായമുണ്ട് എന്നതാണ് പലപ്പോഴും സജി സാറിനെ പോലുള്ള അഭിഭാഷകരുടെ പ്രാധാന്യം. ജയമോഹൻ എന്ന എഴുത്തുകാരൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന നോവലിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന, സിവിൽ സർവീസ് പരീക്ഷയുടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന നായാടി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനോട് ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുന്നു, ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും നിന്നാൽ നിങ്ങൾ ആർക്കനുകൂലമായി തീരുമാനമെടുക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഒരു ഭാഗത്തൊരു നായാടിയെയും മറുഭാഗത്ത് പ്രിവിലേജ്ഡായ ഒരു മനുഷ്യനെയും നിർത്തി കഴിയുമ്പോൾ തന്നെ നായാടി അനീതിക്ക് വിധേയനായി കഴിയുന്നു. അവിടെ നായാടി എന്തു തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ് എന്നുള്ളതാണ്, കൊലപാതകം തന്നെയാണെങ്കിലും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ പോവുകയാണെങ്കിൽ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള പുസ്തകം ഞാൻ ജസ്റ്റ് വായിച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം. നിയമഭാഷണങ്ങൾ മുഴുവനും വായിക്കുകയും അതിന് അവതാരിക എഴുതുവാനും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. 6 പേരോടാണ് അദ്ദേഹം സംവദിക്കുന്നത്. രാംജത്ത് മലാനി, പ്രശാന്ത് ഭൂഷൺ, ജസ്റ്റിസ് കെ ടി തോമസ്, ഡോക്ടർ NR മാധവ മേനോൻ, അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ്, ജസ്റ്റിസ് കമാൽ പാഷ. ഇവരെല്ലാവരും തന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യരാണ്. രാംജത്ത് മലാനിയുമായിട്ടുള്ള അഭിമുഖത്തിൽ വളരെ കർക്കശക്കാരനായ എന്നാൽ നീതി നിർവഹണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ കാലം അടുത്ത സുഹൃത്തായിരുന്ന അദ്ദേഹം ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കുകയുണ്ടായി, 15 ലക്ഷം രൂപ നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ആളുകളെ പറ്റിച്ചില്ലേ എന്ന്. പിന്നീട് ഇന്ന് വരെ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തോട് മിണ്ടിയിട്ടില്ല എന്നാണ് രാംജത്ത് മലാനി സാഹ് പറയുന്നത്. അതുപോലെ കാര്യങ്ങൾ തുറന്നു പറയുവാനും വിരൽ ചൂണ്ടുവാനും ഒക്കെ ശേഷിയുള്ള വളരെ കാതലുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ആ അഭിമുഖത്തിൽ. പിന്നീട് എടുത്തു പറയേണ്ടത് ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ കാര്യമാണ്. വ്യക്തിപരമായി എനിക്കും പരിചയമുള്ള അദ്ദേഹം പല കാര്യങ്ങളും സ്വകാര്യ സംഭാഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം തന്നെ, കേരളത്തിലെ ജനങ്ങളിൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് അനാവശ്യ ആശങ്കയാണ് മാറി മാറി വന്ന രാഷ്ട്രീയ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയെടുത്തെന്നുള്ള സത്യം അദ്ദേഹം ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. മുല്ലപ്പെരിയാർ സാങ്കേതികമായി വളരെ ശക്തമായി നിലനിൽക്കുമ്പോഴും അത് പൊട്ടുമെന്ന ആശങ്ക ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെയും പാർട്ടികളുടെയും ആവശ്യമായതുകൊണ്ടാണ് അതങ്ങനെ നിർത്തിപ്പോകുന്നതെന്നും അവിടെ ജസ്റ്റിസ് കെ ടി തോമസിന് വേണ്ടി മുല്ലപ്പെരിയാറിൻ്റെ സാങ്കേതിക സമിതിയിലെ അംഗമായിരുന്ന മലയാളിയായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസിനെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചില്ല എന്ന പേരിൽ എല്ലാവരും വിരൽ ചൂണ്ടിയത് അടിസ്ഥാനമില്ലാത്ത കാര്യമായിരുന്നുവെന്നും നാം ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്നു. പിന്നീട് ജസ്റ്റിസ് കമാൽ പാഷ ഞങ്ങൾ നിയമത്തിൽ ഡിറ്ററൻറ്റ് തിയറി എന്ന് പറയുന്ന പണിഷ്മെൻറ്റ് രീതിയുടെ വക്താവാണ്. പല്ലിന് പല്ല് എന്ന് പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ വധശിക്ഷയൊക്കെ ഒരുപക്ഷെ വിധിച്ചിട്ടുള്ള ആൾ ജസ്റ്റിസ് കമാൽ പാഷയായിരിക്കാം. എങ്കിലും അദ്ദേഹം പറയുന്നത് സമൂഹത്തിൽ നിയമത്തിലെ കാർക്കശ്യത്തിന് അല്ലെങ്കിൽ ശിക്ഷയിലെ കാഠിന്യത്തിന് വലിയ മാറ്റം വരുത്താൻ കഴിയില്ല. കാരണം സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധമാണ്, ശിക്ഷകളോടുള്ള ഭയമല്ല നിയമത്തിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോക്കറ്റടിക്കാരുടെ കൈവെട്ടുന്നത് ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ചാണ്. പക്ഷേ ആ ആൾക്കൂട്ടത്തിലും പോക്കറ്റടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ ശിക്ഷയോടുള്ള ഭയമോ അല്ല ഒരു നീതിനിഷ്ഠമായ രാജ്യത്തിനെ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ സമയം അതിക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചും അഡ്വക്കേറ്റ് സജി സാറിനെക്കുറിച്ചും എനിക്ക് ഒരുപാട് സംസാരിക്കാനും ഉണ്ടായിരുന്നു. എങ്കിലും ഈ പരിമിതമായ സമയത്ത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. ഇനി അദ്ദേഹം സംസാരിക്കും. നന്ദി. ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. സദസ്സിലിരിക്കുന്ന എനിക്ക് ഗുരുതുല്യരായിട്ടുള്ള ആളുകളാണ്, എൻ്റെ സഹപ്രവർത്തകരാണ്, സുഹൃത്തുക്കളാണ്. എല്ലാവരും ഇതിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ഇത്ര വലിയ ഒരു ആൾക്കൂട്ടം ഒരു പുസ്തക പ്രകാശനത്തിന് സത്യത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോഴിക്കോടുകാരൻ്റെ ഒരു മനോവ്യാപാരത്തിൽ നിന്ന് ആലോചിക്കുമ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പിന്നെ കെ ടി തോമസ് സാറ് മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നോട് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് മാതൃഭൂമി ഓണപ്പതിപ്പിൽ. അത് എൻ്റെ അഭിപ്രായമായിട്ടാണ് ഗിരീഷ് പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കേണ്ടത് അവരുടെ ആവശ്യമില്ല. നന്ദി, എല്ലാവർക്കും നന്ദി.